Dear students, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ തന്നെ വാരിയൻസ് അനാലിസിസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ വാരിയൻസ് എന്താണ് അല്ലെങ്കിൽ വാരിയൻസ് അനാലിസിസ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ടേമിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. എന്താണ്? ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ആണ്. അതിനെയാണ് നമ്മൾ വാരിയൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോസ്റ്റിങ്ങിൽ നമ്മൾ വാരിയൻസ് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ വാരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ആ ഡിഫറൻസിനെ, ആ ഒരു ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാരിയൻസ് എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് വാരിയൻസ് അനാലിസിസ് എന്ന് നോക്കാം. വാരിയൻസ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ്. വാരിയൻസ് ഈസ് മേ ബി ഫേവറബിൾ ഓർ അൺഫേവറബിൾ. വാരിയൻസ് എന്ന് പറഞ്ഞാൽ ടേം മീനിങ് അത്രയേ ഉള്ളൂ. ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാരിയൻസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷനുള്ള സ്റ്റെപ്പുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യും, അതുപോലെ തന്നെ ആക്ച്വലിനെ നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്ത് വെച്ച് അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നുള്ളത്. ആ കമ്പാരിസനാണ് വാരിയൻസ് അനാലിസിസിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ കോസ്റ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ന് പറയുന്നത് വാരിയൻസ് എന്ന് പറയുന്നത്. വാരിയൻസ് എന്ന് പറയുന്നത് ഫേവറബിളും ആവാം അൺഫേവറബിളും ആവാം. രണ്ട് സിറ്റുവേഷൻസ് വരും. അത് പോസിറ്റീവായിട്ടുള്ളൊരു വാരിയൻസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള വാരിയൻസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പോസിറ്റീവ് വാരിയൻസ് എങ്ങനെയായിരിക്കും വരിക? ഈ ഒരു സാധാരണ കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചിലവുകളാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കൂടുതലും ആക്ച്വൽ കോസ്റ്റ് കുറവുമാണെങ്കിൽ അത് നമുക്ക് എന്താണ്? ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് വാരിയൻസിനെയാണ് കാണിക്കുന്നത്. അതായത് കോസ്റ്റുകളാണ്, നമ്മൾ ചിലവുകളെയാണ് നോക്കുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിട്ടുള്ള ചിലവുകളേക്കാൾ കുറവാണ് നമുക്ക് ആക്ച്വലി വന്നിട്ടുള്ളതെങ്കിൽ അതെന്താണ്? ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് ആണുള്ളത്. സോ എന്താണ്? ഒരു പോസിറ്റീവ് റിസൾട്ടാണ് അത് കാണിക്കുന്നത്. അൺഫേവറബിൾ എങ്ങനെയായിരിക്കും? അൺഫേവറബിൾ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കൂടുതലാണ് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ടുള്ളതെങ്കിൽ അതെന്ത് സിറ്റുവേഷനാണ്? അൺഫേവറബിൾ സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് വാരിയൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, then if the actual cost is less than standard, the difference is known as favorable or positive variance, which is a sign of efficiency. If the actual cost is more than standard cost, the difference is known as unfavorable. നമ്മൾ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ആൻഡ് പോസിറ്റീവ് വാരിയൻസ് ആണെങ്കിൽ അത് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയെ കൂടിയാണ് കാണിക്കുന്നത്. അതായത് ഓർഗനൈസേഷൻ ഹൈലി എഫിഷ്യൻ്റ് ആണ്, അവിടുത്തെ ഓരോ വർക്കുകളും അല്ലെങ്കിൽ അവിടുത്തെ കോസ്റ്റുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ കൂടിയാണ് എന്ന് പറയുന്നത്. വാരിയൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു പോസിറ്റീവ് വാരിയൻസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഹൈലി എഫിഷ്യൻ്റ് എന്നാണ് കൂടി മീനിങ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് ടൈപ്സ് ഓഫ് വാരിയൻസ് ആണ്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയൻസുകളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മെറ്റീരിയൽ വാരിയൻസ്, അതേപോലെ തന്നെ ലേബർ വാരിയൻസ് ആൻഡ് ഓവർഹെഡ് വാരിയൻസ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. മെറ്റീരിയൽ വാരിയൻസ്, ലേബർ വാരിയൻസ് ആൻഡ് ഓവർഹെഡ് വാരിയൻസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് വാരിയൻസുകളാണത്. അപ്പോൾ അതിൽ മെറ്റീരിയൽ വാരിയൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Material variance are popularly known as material cost variance. Material variance are of three, namely material cost variance, material price variance and material usage variance. അപ്പോൾ മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ മെറ്റീരിയൽസിൻ്റെ മുകളിൽ, അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, ലേബേഴ്സ് ഉണ്ട്, ഓവർഹെഡ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മെറ്റീരിയലുകളുടെ മുകളിലുണ്ടാവുന്ന, മെറ്റീരിയലിൻ്റെ കോസ്റ്റിൻ്റെ മുകളിലുണ്ടാവുന്ന ആ ഒരു ചേഞ്ചാണ് മെറ്റീരിയൽ വാരിയൻസിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ഉണ്ട്, മെറ്റീരിയലിൻ്റെ കോസ്റ്റിൻ്റെ മുകളിലുണ്ടാവുന്നത്. മെറ്റീരിയൽ മിക്സ് വാരിയൻസ് ഉണ്ട്, മെറ്റീരിയൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് ഉണ്ട്. ഇങ്ങനെ മൂന്ന് ടൈപ്പ് വാരിയൻസുകൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. മെറ്റീരിയൽ വാരിയൻസിൻ്റെ ഉള്ളിൽ തന്നെ എഗെയിൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ വാരിയൻസ് എന്താണ്, അതേപോലെ തന്നെ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ്, ലൈക്ക് മെറ്റീരിയൽ വാരിയൻസ്, മെറ്റീരിയൽ മിക്സ് വാരിയൻസ്, അതുപോലെ തന്നെ മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മെറ്റീരിയൽ കോസ്റ്റിൻ്റെ മുകളിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ റോ മെറ്റീരിയലിൻ്റെ മുകളിലുണ്ടാവുന്ന ചേഞ്ചുകളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, മെറ്റീരിയൽ വാരിയൻസിൻ്റെ മുകളിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് മീൻസ് is the difference between standard cost of a material specified for the output achieved and the actual cost of material used. അതായത് നമ്മളൊരു മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആ മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അതായത് അത് ഔട്ട്പുട്ടായി വരുമ്പോഴേക്കും, ഒരു മെറ്റീരിയൽ വാങ്ങി അതിന് ഔട്ട്പുട്ടായി വരുമ്പോഴേക്കും അതിൻ്റെ മുകളിലുള്ള നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വലി ഉണ്ടാകുന്ന കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ആൻഡ്
മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിനെ എഗെയിൻ നമ്മൾ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്നും മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്നും രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റിൻ്റെ മുകളിൽ, അത് റോ മെറ്റീരിയൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് അതിനെ യൂസ്ഫുൾ ഫോമിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടൈം വരെയുള്ള കോസ്റ്റ്, നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് വെക്കുന്ന കോസ്റ്റും ആക്ച്വലി ആ ഒരു റോ മെറ്റീരിയലിനെ ഔട്ട്പുട്ട് ആക്കുമ്പോൾ വരുന്ന കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറയുന്നത്. അത് എഗെയിൻ രണ്ട് തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസും അതുപോലെ തന്നെ മെറ്റീരിയൽ യൂസേജ് വാരിയൻസും. മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്താണ്, അതുപോലെ തന്നെ മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്. Material price variance is that part of material cost variance which is due to the difference between standard price and the actual price paid. അതായത് ആ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആക്ച്വൽ പ്രൈസും അതേപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഇത്ര രൂപയാണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക, ആ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറയുന്നത്. Okay, so it is that part of material cost variance which is due to the difference between standard price and the actual price paid. നമ്മൾ ആക്ച്വലി കൊടുത്തിട്ടുള്ള പ്രൈസും അതേപോലെ തന്നെ അതിന് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്, ആ മെറ്റീരിയലിന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് that part of material cost variance which is due to the difference between standard quantity and actual quantity used. And material നമ്മൾ പറഞ്ഞു, ആ വാങ്ങുന്ന മെറ്റീരിയലിൽ നമ്മൾ ഇത്ര യൂസ് ചെയ്യുമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഓർഗനൈസേഷൻ ഇത്ര മെറ്റീരിയലാണ് ആവശ്യം എന്നുള്ള രീതിയിൽ നമ്മൾ എത്രയാണോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തത് എത്രയാണോ ആൻഡ് ആക്ച്വൽ എത്രയാണോ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂസേജിനനുസരിച്ചിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, ആക്ച്വൽ യൂസേജും സ്റ്റാൻഡേർഡ് യൂസേജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രൈസും സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ യൂസേജും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് യൂസേജും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത്രയാണ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ നമ്മൾ വാങ്ങുമ്പോൾ അതിന് വേണ്ടി വരുന്നത്, അതായത് ആ മെറ്റീരിയലിൽ നിന്നും അതിനെ ഒരു ഔട്ട്പുട്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കുന്നത് വരെയുള്ള കോസ്റ്റുകൾ, ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിൻ്റെ ഉള്ളിൽ തന്നെ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസും അതുപോലെ തന്നെ മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ഉണ്ടായിരുന്നു. മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെറ്റീരിയൽ പ്രൈസ് വാരിയൻസിൽ പ്രൈസുകൾ തമ്മിലുള്ള, അതായത് നമ്മൾ ആക്ച്വൽ പ്രൈസും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു മെറ്റീരിയൽ പ്രൈസ് വാരിയൻസിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ യൂസേജ് വാരിയൻസിലാണെങ്കിൽ നമ്മൾ ആക്ച്വലി എത്ര യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എത്രയാണോ യൂസേജ് അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ നമ്മൾ നോക്കുന്നത് മെറ്റീരിയൽ മിക്സ് വാരിയൻസ് ആണ്. എന്താണ് മെറ്റീരിയൽ മിക്സ് വാരിയൻസ് എന്ന് പറയുന്നത് എന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. മെറ്റീരിയൽ മിക്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ മെറ്റീരിയൽ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസുകൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസുകൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ വരുന്നത് മെറ്റീരിയൽ മിക്സ് വാരിയൻസ് അറൈസസ് ഓൺലി വെൻ ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആർ യൂസ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ മെറ്റീരിയലുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റോ മെറ്റീരിയൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ക്ലോത്തുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ എന്തുമാത്രം പോരാ, തുണിയോ അത് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പരുത്തിയോ അത് മാത്രമൊന്നും പോരാ, വേറെയും പല ഐറ്റംസുകളും ഉണ്ടായിരിക്കും. ഇപ്പോൾ കോട്ടൻ്റെ പോലെ തന്നെ കൂടാതെ തന്നെ വേറെയും കളറുകൾ അതുപോലെ തന്നെ എംബ്രോയിഡറി ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവിടെ മെറ്റീരിയൽസാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിൽ, അവിടെ ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ അവിടെ ആ മെറ്റീരിയലുകളെ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാവുന്ന ആക്ച്വലും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് മെറ്റീരിയൽ മിക്സ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റീരിയൽ മിക്സ് വാരിയൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആക്ച്വലി ഇത്ര മിക്സ് യൂസ് ചെയ്യുന്നുള്ളതും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇത്ര യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ മിക്സ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് മെറ്റീരിയൽ yield variance എന്ന് പറയുന്നത്. ദിസ് വാരിയൻസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് മെറ്റീരിയൽ yield varianceനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മെറ്റീരിയൽ yield variance ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് yield ആൻഡ് ആക്ച്വൽ yield. അതായത് യൂസേജ് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് എത്ര യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിൽ നമ്മൾ യൂസേജ് വാരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളതിൻ്റെ yield, അതായത് ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് എത്തുമ്പോൾ ഇത്രയാണ് ഫൈനൽ ഉണ്ടായിരിക്കുക, ആൻഡ്
ഇതാണ് സ്റ്റാൻഡേർഡ് ഇത്രയായിരിക്കും ആൻഡ് ആക്ച്വൽ ഇത്രയാണെന്നുള്ള ആ ഡിഫറൻസിനെയാണ്, അത് ഫൈനൽ ഈൽഡിൻ്റെ ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ്. ഓക്കെ, അപ്പം മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എത്രത്തോളം അത് ഔട്ട്പുട്ടിലോട്ട് എത്തുന്ന രീതിയിലാണ്. അതായത് നമ്മൾ യൂസേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര യൂസ് ചെയ്യും, സ്റ്റാൻഡേർഡ് ഇത്രയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആക്ച്വൽ ഇത്രയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആ ഡിഫറൻസ് പഠിച്ചു. ആൻഡ് ആ ഡിഫറൻസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കോസ്റ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസും, അതായത് ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള ആ ഡിഫറൻസും അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇതെന്ന് പറയുന്നത് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനലൈസ് ചെയ്യുന്ന ടൈപ്പ് വാല്യൂ ആണ് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ്. ഒരു മെറ്റീരിയൽ നമ്മൾ എത്രത്തോളം നമ്മൾ ഓർഗനൈസേഷനുള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ മെറ്റീരിയൽ വാരിയൻസിലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, മെറ്റീരിയൽ ഈൽഡ് വാരിയൻസിലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് മെറ്റീരിയൽ വാരിയൻസുകളാണ്. അത് മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയലുകളിൽ, അതായത് നമ്മൾ കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽസിൻ്റെ ഉള്ളിലുള്ള ഡിഫറൻസുകളാണ്. ആക്ച്വലും ആ റോ മെറ്റീരിയലിൻ്റെ പ്രൈസിൽ, കോസ്റ്റിൽ, മിക്സിൽ ഒക്കെ വരുന്ന ആ ഡിഫറൻസുകളും, അതായത് ആക്ച്വലും സ്റ്റാൻഡേർഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ വാരിയൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലേബർ വാരിയൻസ് ആണ്. സെക്കൻഡ് വൺ ആണ് ലേബർ വാരിയൻസ് എന്ന് പറയുന്നത്. ലേബർ വാരിയൻസ് ഓർ വേജ് വാരിയൻസ് ഈസ് സിമിലർ ടു മെറ്റീരിയൽ വാരിയൻസ് വെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ ഡിഫേഴ്സ് ഫ്രം ആക്ച്വൽ വേജ് കോസ്റ്റ് ദ ലേബർ കോസ്റ്റ് വാരിയൻസ് അറൈസിങ്. അതായത് ഇവിടെ ശരിക്കും മെറ്റീരിയൽ വാരിയൻസ് പോലെ തന്നെയാണ് ആക്ച്വൽ ലേബറും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബറിൻ്റെ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും നമുക്കറിയാം. ഒരു ഓർഗനൈസേഷനുള്ള ലേബറിന് വരുന്ന കോസ്റ്റ് നമുക്കറിയാം, വേജസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് അതിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ വേജസിൽ വരുന്ന ആക്ച്വൽ വേജസും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വേജസും തമ്മിലുള്ള ആ ഡിഫറൻസ്, അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ലേബറുടെ ആ എഫിഷ്യൻസി, അതായത് ലേബർ ഓർഗനൈസേഷനുള്ള നമ്മളൊരു സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ആക്ച്വൽ എഫിഷ്യൻസി തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ലേബർ വാരിയൻസിൽ വരുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങൾ നോക്കാം. ഇതിൽ ലേബർ റേറ്റ് വാരിയൻസ് ഉണ്ട്, ലേബർ എഫിഷ്യൻസി വാരിയൻസ് ഉണ്ട്, ഐഡിൽ ടൈം വാരിയൻസസ് ഉണ്ട്, അതുപോലെ തന്നെ ലേബർ മിക്സ് വാരിയൻസ് ഉണ്ട്, ലേബർ ഈൽഡ് വാരിയൻസ് എന്ന് പറഞ്ഞിട്ട് 5 ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ലേബർ റേറ്റ് വാരിയൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, ലേബർ റേറ്റ് വാരിയൻസ് ഈസ് സിമിലർ ടു മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് റേറ്റ് സ്പെസിഫൈഡ് ആൻഡ് ആക്ച്വൽ ആർ പെയ്ഡ്. ലേബർ റേറ്റ് വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേബറിന് കൊടുക്കുന്ന വേജസിലുള്ള ഡിഫറൻസ് ആണ്. ആക്ച്വൽ വേജും സ്റ്റാൻഡേർഡ് വേജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ലേബർ റേറ്റ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മെറ്റീരിയലിൻ്റെ പ്രൈസ് പോലെ തന്നെ ലേബറിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആണല്ലോ വേജസ് എന്ന് പറയുന്നത്. സോ ആ ഒരു വേജസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി നമ്മൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ റേറ്റ് വാരിയൻസിൽ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ലേബർ എഫിഷ്യൻസി വാരിയൻസ്. അത് എഫിഷ്യൻസി, ആക്ച്വൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, അത് ഇത്ര അവേഴ്സ് അവർ വർക്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് ആക്ച്വൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആക്ച്വൽ അവേഴ്സ് അവർ എത്രയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമ്മളൊരു ലേബർ ഒരു ഓർഗനൈസേഷനുള്ള 8 മണിക്കൂർ വർക്ക് ചെയ്യുമെന്ന് തീരുമാനിക്കാം, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു മണിക്കൂറിൽ 10 യൂണിറ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിക്സ് ചെയ്ത് വയ്ക്കുക. അതായത് സ്റ്റാൻഡേർഡായിട്ട് അതിനെ കീപ്പ് ചെയ്യുക. ആൻഡ് ആക്ച്വൽ എത്രയാണോ ആ ലേബർ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്ച്വൽ എത്ര ടൈമാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആ ഡിഫറൻസ് ഒന്ന് നോക്കാം. ആ ഒരു ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് ഐഡിൽ ടൈം വാരിയൻസ് എന്ന് പറയുന്നത്. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ ഫ്രീ ടൈമാണ്, നമുക്കറിയാം ഒരു ലെഷർ ടൈം എന്ന് പറയുന്നത്. ഐഡിൽ ടൈം വാരിയൻസ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ലേബർ കോസ്റ്റ് വാരിയൻസ് വിച്ച് അറൈസസ് ഡ്യൂ ടു ദ അബ്നോർമൽ ഐഡിൽ ടൈം ഓഫ് വർക്കേഴ്സ് ഓൺ ആൻ അക്കൗണ്ട് ഓഫ് സിക്നെസ്, പുവർ, ഫെയിലിയർ ഇൻ മെഷീൻ, ബ്രേക്ക് ഡൗൺ എക്സെട്ര. ഓക്കെ, അതായത് ഐഡിൽ ടൈം വാരിയൻസ് എന്ന് പറയുമ്പോൾ അബ്നോർമൽ ആയിട്ടുണ്ടാകുന്ന വർക്കേഴ്സിന് ഉണ്ടാകുന്ന സിറ്റുവേഷനുകളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പോൾ വർക്കേഴ്സിന് എന്തെങ്കിലും നേരത്തിൽ വയ്യാതാവുന്നതോ അതുപോലെ തന്നെ പവർ ഫെയിലിയർ ഉണ്ടാവുന്നതോ ബ്രേക്ക് ഡൗൺ ആവുന്നതോ മെഷീനറീസ്, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ഐഡിൽ ടൈം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനുള്ളിൽ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാൻഡേർഡ് ഐഡിൽ ടൈമും അതുപോലെ തന്നെ ഒരു ആക്ച്വൽ ഐഡിൽ ടൈമും അവർ എത്ര ഉണ്ടായെന്നുള്ളത് നോക്കും. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഐഡിൽ ടൈം വാരിയൻസ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിലൊരു ഓർഗനൈസേഷനുള്ള സ്റ്റാൻഡേർഡ് ഐഡിൽ ടൈമായിട്ട് ഈ എംപ്ലോയീസിൻ്റെ ബ്രേക്ക് ടൈം അതുപോലെ തന്നെ അവരുടെ ലഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് അതിന് പുറമെ എന്തെങ്കിലും വരുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു വാരിയൻസ് എന്തായാലും അവിടെ വരും. ഓക്കെ, അതാണ് ഈ ഒരു ഐഡിൽ ടൈം വാരിയൻസിൽ പറയുന്നത്. അപ്പോൾ ആക്ച്വലി ആ എംപ്ലോയി ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എത്ര ടൈമാണ് ഐഡിലാവുന്നത്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എത്രയാണ്, ആ ഡിഫറൻസ് ആണ് ഐഡിൽ ടൈം വാരിയൻസ് എന്ന് പറയുന്നത്.
Okay, then fourth one, labor mix variance. Labor mix variance is that part of labor efficiency variance. It arises when there is a change in the composition of labor force. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള ലേബേഴ്സിൻ്റെ ടോട്ടൽ ലേബേഴ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് അവരുടെ നമ്പറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലേബർ മാത്രമല്ല ഒന്നിൽ കൂടുതൽ ലേബേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു കോമ്പോസിഷനിൽ നമ്മൾ വരുത്തുന്ന ചേഞ്ചുകളാണ് ലേബർ മിക്സ് വാരിയൻസ് അല്ലെങ്കിൽ LMVയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആക്ച്വൽ നമ്മൾ ഇത്ര ലേബേഴ്സിനെ ആയിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുക, സ്റ്റാൻഡേർഡായിട്ട് ഇത്രയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആൻഡ് ആക്ച്വൽ എത്രയാണ് ഉണ്ടായിട്ടുള്ളത് അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ലേബർ മിക്സ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലേബേഴ്സിനെ നമ്മൾ മിക്സ് ചെയ്യുന്നത് മെറ്റീരിയൽ മിക്സ് വാരിയൻസ് പോലെ തന്നെ ലേബേഴ്സിന് ഒരു ഓർഗനൈസേഷനുള്ളൊരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നതാണ് ലേബർ മിക്സ് വാരിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ലേബർ ഈൽഡ് വാരിയൻസ് ആണ് അടുത്തത്. അതായത് ലേബറിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ അവരുടെ എഫിഷ്യൻസി ആ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതായത് ലേബേഴ്സിനെ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ അവരുടെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ അവരുടെ കോസ്റ്റുമാണ് നമ്മളിതിൽ കാണുന്നത്. ഓക്കെ, ദിസ് ഈസ് ലൈക്ക് മെറ്റീരിയൽ വാരിയൻസ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ലേബർ ഔട്ട്പുട്ട് ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ ബേസിൽ അതായത് എത്രയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടായിട്ട് ലേബേഴ്സിന് കീപ്പ് ചെയ്യുന്നത് ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് ലേബർ ഈൽഡ് വാരിയൻസ് എന്ന് പറയുന്നത് LYV എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആക്ച്വൽ ഔട്ട്പുട്ടും സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും ഒരു ലേബറിന് എത്രയാണ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് അതേപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് അവർ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ ഈൽഡ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് ലേബർ വാരിയൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ലേബർ വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എംപ്ലോയീസിൻ്റെ അവർക്ക് കൊടുക്കുന്ന വേജുകൾ അവർക്ക് നമ്മൾ മീറ്റ് ചെയ്യുന്ന കോസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു ലേബർ വാരിയൻസ് അല്ലെങ്കിൽ വേജ് വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലേബർ റേറ്റ് വാരിയൻസ്, ലേബർ എഫിഷ്യൻസി വാരിയൻസ്, ഐഡിൽ ടൈം വാരിയൻസ്, ലേബർ മിക്സ് വാരിയൻസ് ആൻഡ് ലേബർ ഈൽഡ് വാരിയൻസ് എന്ന് പറഞ്ഞിട്ട് 5 ക്ലാസിഫിക്കേഷൻസ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഓവർ ഹെഡ് വാരിയൻസുകളാണ്. തേർഡ് വൺ ആണ് ഓവർ ഹെഡ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓവർ ഹെഡ് വാരിയൻസുകളിൽ എന്താണെന്ന് നോക്കാം. ഓവർഹെഡ് വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഓവർഹെഡ് കോസ്റ്റ് ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് ദ ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ് ഇൻകേർഡ്. ദർ ആർ 2 types of overhead variance, that is variable overhead variance and fixed overhead variance. ഓക്കെ, ഓവർഹെഡ് വാരിയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓവർഹെഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ്. ഒരു പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനുള്ളിൽ ഉണ്ടാകുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ് ഓവർഹെഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓവർഹെഡിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഡിഫറൻസുകൾ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ്റെ മുകളിൽ ഇത്രയാണ് ഓവർഹെഡ് ചാർജ് ചെയ്തിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് ഓവർഹെഡ് എത്രയാണ്, അതുപോലെ തന്നെ ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ് എത്രയാണ് ചാർജ് ചെയ്തിട്ടുള്ളത്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഓവർഹെഡ് വാരിയൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാരിയൻസുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. ആൻഡ് അതിന് മുൻപിൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓവർഹെഡ് വാരിയൻസുകളാണെങ്കിൽ ഓവർഹെഡ് കോസ്റ്റും ആക്ച്വൽ സ്റ്റാൻഡേർഡ് ഓവർഹെഡ് കോസ്റ്റും അതുപോലെ തന്നെ ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ലേബർ വാരിയൻസുകളാണെങ്കിൽ ആക്ച്വൽ ലേബർ അല്ലെങ്കിൽ ആക്ച്വൽ വേജസും സ്റ്റാൻഡേർഡ് വേജസ് ഓർ സ്റ്റാൻഡേർഡ് ലേബറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആൻഡ് മെറ്റീരിയൽ വാരിയൻസുകളാണെങ്കിൽ ആക്ച്വൽ മെറ്റീരിയലും സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അതാണ് വാരിയൻസുകൾ നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ എന്താണ് ഓവർഹെഡ് വാരിയൻസസ് എന്ന് പറഞ്ഞു. ഓവർഹെഡ് വാരിയൻസുകൾ 2 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ വാരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസും ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസും. ഫിക്സഡ് കോസ്റ്റുകളാണ് നമുക്കറിയാം എന്താണ് അതിലൊരു ചേഞ്ചുകൾ ഉണ്ടാവാത്ത തരത്തിലുള്ള കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ റെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ചുകൾ ഇല്ലാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് ഒരു ഓർഗനൈസേഷൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് എന്നൊക്കെ പറയുന്നത്. വാരിയബിൾ ഓവർഹെഡ് കോസ്റ്റുകളുണ്ട്, ചേഞ്ചുകൾ വരുന്നതുണ്ട്. ഇപ്പോൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റുകൾ തന്നെ എന്താണ് ചേഞ്ചസ് സംഭവിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള എമൗണ്ടുകൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനുള്ളിൽ ഇപ്പോൾ സാലറി ഏതെങ്കിലും തരത്തിലൊരു പെർട്ടിക്കുലറായിട്ട് സീസണൽ എംപ്ലോയീസ് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ചില എക്സ്പെൻസുകളൊക്കെ എന്ത് വരും ചേഞ്ചസ് സംഭവിക്കും. അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചേഞ്ചസ് സംഭവിക്കുന്നതും ഉണ്ടായിരിക്കും. സോ വാരിയബിൾ ഓവർഹെഡ് കോസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റുകളുണ്ട്. അതിന് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ അതാണ് 2 types ഓഫ് ഓവർഹെഡ് വാരിയൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണത് രണ്ടെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ വാരിയബിൾ ഓവർഹെഡ് കോസ്റ്റുകളാണ്. വാരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാരിയബിൾ ഓവർഹെഡ് ആൻഡ് സ്റ്റാൻഡേർഡ് വാരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്.
ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ മുകളിൽ ആക്ച്വൽ വാരിയബിൾ ഓവർഹെഡും സ്റ്റാൻഡേർഡ് വാരിയബിൾ ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു വാരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ നമ്മൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആക്ച്വൽ വാരിയബിൾ ഓവർഹെഡും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് വാരിയബിൾ ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് കണ്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് വാരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 വാരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വാരിയൻസ് ആൻഡ് വാരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ്. ഇവിടെ 2 തരത്തിൽ പറയാൻ പറ്റും നമുക്ക്. ഒന്ന് എന്ത് പറയാം, ഇവിടെ എഫിഷ്യൻസി പറയാം, അതുപോലെ തന്നെ 2 എക്സ്പെൻഡിച്ചറും പറയാം. വാരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസും ഉണ്ട്, അതുപോലെ തന്നെ വാരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വാരിയൻസും ഉണ്ട്. അത് രണ്ടും എന്താണെന്നുള്ളത് നോക്കാം. വാരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫിഷ്യൻസിയുടെ മുകളാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ അലൗഡ് വാരിയബിൾ ഓവർഹെഡ് ആൻഡ് ഒബ്സേർവ്ഡ് വാരിയബിൾ ഓവർഹെഡ്. നമുക്ക് എത്രയാണോ ആക്ച്വൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രയാണോ അലോ ചെയ്തിട്ടുള്ളത്, അതും അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, ടോട്ടൽ എത്രയാണോ നമ്മൾ എഫിഷ്യൻസി ഒബ്സർവ് ചെയ്യുന്നത്, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് വാരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയുന്നത്, VOEV എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വാരിയൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അലൗഡ് വാരിയബിൾ ഓവർഹെഡ് ആൻഡ് ഒബ്സേർവ്ഡ് വാരിയബിൾ ഓവർഹെഡ്. നമ്മൾ അലോ ചെയ്തിട്ടുള്ളത് എത്രയാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എത്രയാണ്, അതും ആക്ച്വൽ വാരിയബിൾ ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് വാരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? വാരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാരിയബിൾ ഓവർഹെഡ് ഇൻകേർഡ് ആൻഡ് ദ അലൗഡ് വാരിയബിൾ ഓവർഹെഡ് ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ അവേഴ്സ് വർക്ക്. എത്ര അവേഴ്സാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ആക്ച്വൽ ഓവർഹെഡ് ഇൻകർ ചെയ്ത്, എത്രയാണോ ഓവർഹെഡ് കോസ്റ്റായിട്ട് ആക്ച്വൽ ഇൻകർ ചെയ്തിട്ടുള്ളത് ആൻഡ് എത്രയാണോ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്, അലൗ ചെയ്തതും ആക്ച്വലും, ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ച്വൽ അവേഴ്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ചിലവുകളാണ് വാരിയബിൾ ഓവർഹെഡിൻ്റെ വാരിയൻസിൻ്റെ, അതായത് കോസ്റ്റിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഡിഫറൻസുകളാണ് ഇതെന്ന് പറയുന്നത് വാരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാരിയബിൾ ഓവർഹെഡ് ഇൻകേർഡ്. ആക്ച്വൽ എത്രയാണോ വാരിയബിൾ ഓവർഹെഡ് വന്നിട്ടുള്ളത്, അതായത് വാരിയബിളായിട്ട് ചേഞ്ചസ് സംഭവിക്കുന്ന ഓവർഹെഡുകൾ എത്രയാണോ വന്നിട്ടുള്ളത് അതും അതുപോലെ തന്നെ അലൗബിൾ എത്രയാണോ അത് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ച്വൽ അവേഴ്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് വാരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് 2 വാരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസിൻ്റെ മുകളിലുള്ളത്. ദെൻ ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ 2 ഉണ്ട്. ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസ് is the difference between standard fixed overhead for actual production and actual ഫിക്സഡ് ഓവർഹെഡ്. ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡും, ആക്ച്വൽ പ്രൊഡക്ഷൻ്റെ മുകളിലുള്ള ആക്ച്വൽ സ്റ്റാൻഡേർഡ് ഓവർഹെഡും ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ് വാരിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് ആൻഡ് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വാരിയൻസ്. ഇങ്ങനെ 2 എഗെയിൻ ഇതിനെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ഓവർഹെഡ്, ഫിക്സഡ് എന്നാട്ടോ ഇവിടെ, ഫിക്സഡ് എന്നാൽ ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് ആൻഡ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് ഇൻകേർഡ്. ബജറ്റഡ് എത്രയാണ്, അതായത് ആക്ച്വലും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഓവർഹെഡിൻ്റെ മുകളിൽ ആക്ച്വൽ ഓവർഹെഡിൻ്റെ ഫിക്സഡ് ഓവർഹെഡിൻ്റെ ഡിഫറൻസുകളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞതിൽ വാരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ വാരിയബിൾ ഓവർഹെഡിൻ്റെ കോസ്റ്റുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെയാണ്, ഫിക്സഡ് ഓവർഹെഡും അതുപോലെ തന്നെ ഫിക്സഡിൻ്റെ സ്റ്റാൻഡേർഡും ആക്ച്വലുമാണ് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ഓവർഹെഡ് എത്രയാണ്, സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് എത്രയാണ്, എക്സ്പെൻഡിച്ചർ എത്രയാണ്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫിക്സഡ് കോസ്റ്റ്, ആക്ച്വൽ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫിക്സഡ് ഓവർഹെഡ് വോളിയം ആണെങ്കിലോ, വോളിയം തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വാരിയൻസ് ആണെങ്കിൽ ഫിക്സഡ് ഓവർഹെഡ് വോളിയം വാരിയൻസ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഓവർഹെഡ് അബ്സോർബ്ഡ് ആൻഡ് ബജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ്. എത്രയാണോ ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് എത്രയാണോ അതും അതുപോലെ തന്നെ ബജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് എത്രയാണോ അതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വാരിയൻസ് എന്ന് പറയുന്നത്. ഇവിടെ കപ്പാസിറ്റി വാരിയൻസ്, എഫിഷ്യൻസി വാരിയൻസ്, കാലണ്ടർ വാരിയൻസ് എന്ന് പറഞ്ഞിട്ട് എഗെയിൻ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റി വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കപ്പാസിറ്റി വാരിയൻസ് ഈസ്
that portion of fixed overhead volume variance due to working at a higher or lower capacity than standard. Capacity variance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ള കപ്പാസിറ്റീനേക്കാളും ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ സാധാരണ ഉള്ള രീതിയിലുള്ള കപ്പാസിറ്റീനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്തതിന് ശേഷം എത്ര ചേഞ്ചുകളാണ് ഫിക്സഡ് ഓവർഹെഡിൻ്റെ വോളിയത്തിൻ്റെ മുകളിൽ ഫിക്സഡ് ഓവർഹെഡിൻ്റെ ക്വാണ്ടിറ്റിയിൽ വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പാസിറ്റി വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്റി വാരിയൻസ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വാരിയൻസ് ഡ്യൂ ടു ദ വർക്കിംഗ് അറ്റ് എ ഹയർ ഓർ ലോവർ കപ്പാസിറ്റി ദാൻ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര വോളിയം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര വോളിയമാണ് അവിടെ ഓവർഹെഡ് നമുക്ക് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണെങ്കിൽ എത്ര വോളിയം ഓഫ് ഓവർഹെഡാണ് ഉണ്ടാവുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് കപ്പാസിറ്റി വാരിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ is that portion of fixed overhead volume variance which is due to the difference between budgeted efficiency and actual efficiency. ബജറ്റഡ് എഫിഷ്യൻസിയും ആക്ച്വൽ എഫിഷ്യൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്സഡ് ഓവർഹെഡിൻ്റെ ബജറ്റഡും ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് എഫിഷ്യൻസി വാരിയൻസസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി കലണ്ടർ വാരിയൻസ് ആണ്. കലണ്ടർ വാരിയൻസ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് വോളിയം വാരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ആൻഡ് ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് നമ്മളിവിടെ നോക്കുന്നത് വോളിയം വാരിയൻസിലുള്ള ഡിഫറൻസ് തന്നെയാണ്. അത് പ്രൊഡക്ഷനിലുള്ള പോർഷൻ ഓഫ് വോളിയം വാരിയൻസിലാണ്. അത് പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ടോട്ടൽ വർക്കിംഗ് ഡേയ്സിൽ കലണ്ടർ അല്ലേ പറയുന്നത്, അപ്പോൾ അവിടെ വർക്കിംഗ് ഡേയ്സിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് കലണ്ടർ വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് ഫിക്സഡ് ഓവർഹെഡ് വാരിയൻസിൻ്റെ മുകളിൽ പഠിച്ചത്. അതേപോലെ തന്നെ നമുക്ക് ഏതുകൊണ്ടായിരുന്നു വാരിയബിൾ ഓവർഹെഡ് വാരിയൻസ് ഉണ്ട്. ഇങ്ങനെ 2 വാരിയൻസുകളാണ്. അപ്പോൾ ഓവർഹെഡ് വാരിയൻസ് അതുപോലെ തന്നെ ലേബർ വാരിയൻസ് ആൻഡ് മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറഞ്ഞിട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓവർഹെഡ് വാരിയൻസ്, ലേബർ വാരിയൻസ് ആൻഡ് മെറ്റീരിയൽ വാരിയൻസസ് എന്ന് പറഞ്ഞിട്ട് 3 അതിൽ മെറ്റീരിയൽ വാരിയൻസുകൾ എന്ന് പറയുമ്പോൾ മെറ്റീരിയലുകളുടെ കോസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു. ലേബർ എന്ന് പറയുമ്പോൾ ലേബർ കോസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു. ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഓവർഹെഡ് കോസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വാരിയൻസ് അനാലിസിസ്, അതായത് ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ വാരിയൻസ് അനാലിസിസ് നോക്കിയിട്ടുണ്ടായിരുന്നു. വാരിയൻസ് അനാലിസിസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അതിൻ്റെ മീനിങ് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് വാരിയൻസുകളാണ്. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ മാനേജീരിയൽ ഇഷ്യൂസും അതേപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ബൈ യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ഈ 2 കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.